സാവരിയും നീ തിരിതെളിയുമ്പോൾ മൃദുമൊഴി നീ കുറുകുമ്പോൾ പൊന്നാനിലയായി നീ ഉലയുകയോ ഇളമഞ്ഞിൻ പൂത്താലി രാമുല്ലയിൽ പൗർണമി ചാർത്തുകയോ ഇരവറിയാതെ ചാരെ വന്നു പലകുറി മാറി. ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ നാരായണൻ നായർ, യുവ സംവിധായകരായ ശ്രീ രാഹുലിൻ്റെ ശ്രീ ദിലീപ് നായർ, ഈ സന്ദർഭവുമായി സംബന്ധിക്കുന്ന പ്രിയനായ സംവിധായകൻ ശ്രീ കരീം, വലിയ സന്നിധരായിട്ടുള്ള സദസ്സ് സന്നിധരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്നേഹിതരെ, നിരവധി ആഭിമുഖ്യത്തിലാണ് ലോറ എന്ന് പറയുന്ന ഈ സിനിമ സംരംഭത്തിന് തുടക്കം കൊടുക്കുന്നു. എനിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായി ഞാൻ ഇതിനെ കാണുകയാണ്. കാരണം മലയാള സിനിമയ്ക്ക് ഇന്ന് രാഷ്ട്രീയത്തിലുള്ളതുപോലെ തന്നെ ചെറുപ്പക്കാരേറെ പ്രതീക്ഷ ഉള്ളത്. കാരണം മലയാള സിനിമയെ സംബന്ധിച്ചിരുന്ന ഇന്ത്യയിലെമ്പാടും ലോകത്തെമ്പാടും എക്കാലവും ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള മലയാള സിനിമയ്ക്ക് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള വലിയ നല്ല പേരൊന്നുമില്ല. ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ചെറുപ്പക്കാരനാണ് എല്ലാ പ്രതീക്ഷകളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേജിലുണ്ട്. അത് കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ പട്ടം മണിക്കുമാണ് അത് അതിൻ്റെ സീൻസ് എല്ലാം ചിത്രീകരിച്ചത്. ഒരു ഹൊറർ മൂവി, ത്രില്ലർ മൂവി ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായി ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നും വ്യത്യസ്തമായ ചിത്രങ്ങൾ, എന്നും പുതുമയുള്ള ചിത്രങ്ങളെ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് മലയാള സിനിമ. ഇത് മറ്റു ഭാഷകളിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ഏറ്റവും വലിയ ജയം നിർണ്ണയിക്കുന്നത്, സ്വീകാര്യത നിർണ്ണയിക്കുന്നത് മലയാളത്തിൽ തന്നെ ഇതിൻ്റെ വിജയമായി. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ രൂപവും ഭാവവും എല്ലാം അംഗീകരിക്കുന്നു. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഈ സിനിമ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും ആശംസകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.